KGMOA നാളെ മുതൽ ജീവൻ രക്ഷാ സമരത്തിലേക്ക്. നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും. ഡോക്ടർമാരുടെ ആവശ്യങ്ങളിൽ ഒന്നുപോലും നടപ്പിലായില്ലെന്നും സംഘടന അറിയിച്ചു. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രോഗി പരിചരണം ഉൾപ്പെടെയുള്ള സേവനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, നിലപാട് ഘടിപ്പിക്കുന്നു. KGMOA സമരത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. എന്തെങ്കിലും അനുകൂല തീരുമാനത്തിന് സാധ്യതയുണ്ടോ? നിലവിൽ ഇപ്പോൾ ആരോഗ്യ സംവിധാനം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ KGM-CTA അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘടന ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയത്. അവരും വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനിടയിലാണ് നാളെ മുതൽ രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് KGMOA എത്തിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് KGMOA മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ വന്ദനാദാസ് ഡ്യൂട്ടിയിലിരിക്കെ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം ഡോക്ടർമാർക്കെതിരെ നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഡ്യൂട്ടി ഡോക്ടറെ രോഗിയുടെ ബൈസ്റ്റാൻഡർ വന്ന് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് സുരക്ഷ ഒരുക്കാൻ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് KGMOA അടക്കം പറയുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഒരുക്കുക, അവരുടെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനമെടുക്കുക, അങ്ങനെ അനന്തമായിട്ട് അവരുടെ ആവശ്യങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികൾ പൂർണ്ണമായിട്ട് നിസ്സഹകരണം കൊണ്ട് മാറി നിൽക്കാനാണ് KGMOA തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ രോഗി പരിചരണം മാത്രമായിരിക്കും KGMOA നടത്തുക. മറ്റ് ഇവരുടെ ആവശ്യങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആശുപത്രികളിൽ CCTV സ്ഥാപിക്കുക, അതുപോലെ ആശുപത്രിയിൽ വരുന്ന ആശുപത്രിയും ആശുപത്രി പരിസരത്തെയും അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിക്കുക, ഡോക്ടർ രോഗി അനുപാതം കൃത്യമായിട്ട് അത് നടപ്പിലാക്കുക, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നിനും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇത് വീണ്ടും ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോയാൽ രോഗി പരിചരണം അടക്കമുള്ള ഡ്യൂട്ടികൾ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി KGMOA കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ കേരളപ്പിറവി ദിനമാണ്. കേരളപ്പിറവി ദിനത്തിലാണ് KGMOA ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനമെടുത്തില്ല എങ്കിൽ അനിശ്ചിതകാല സമരം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി KGMOA കൊടുത്തിട്ടുണ്ട്. KGM-CTA അടക്കം അത്തരമൊരു സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് KGMOA കൂടി മുന്നറിയിപ്പ്. താമരശ്ശേരിയിൽ ബൈസ്റ്റാൻഡർ ഭാഗത്ത് നിന്ന് വെട്ടേറ്റ ഡോക്ടർ വിപിന്റെ ചികിത്സാ ചെലവ് സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി KGMOA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി.